പക്ഷേ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയാണ്? അല്ലാഹു പറയുന്നുണ്ട്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് അല്ലാഹു കൂടുതൽ പരീക്ഷണങ്ങൾ നൽകും. സ്നേഹമുള്ള ആളുകൾക്കാണ് അല്ലാഹു കൂടുതൽ പരീക്ഷണം നൽകുന്നത്. ഇന്നല്ലാഹ യഅതിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്. അല്ലാഹു സമ്പത്ത് ഇഷ്ടമുള്ളവനും നൽകും, ഇഷ്ടമില്ലാത്തവനും നൽകും. സമ്പത്ത് അല്ലാഹു നൽകി എന്ന് വിചാരിച്ച് അവൻ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇന്നല്ലാഹ യുഅതിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്. അല്ലാഹു സമ്പത്ത് ഇഷ്ടമുള്ളവനും നൽകും, ഇഷ്ടമില്ലാത്തവനും നൽകും. പക്ഷേ അല്ലാഹു ദീൻ നൽകുന്നത്, അല്ലാഹു ഇൽമ നൽകുന്നത്, അല്ലാഹു ഈമാൻ നൽകുന്നത് അവൻ ഇഷ്ടമുള്ള ആളുകൾക്കാണ്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ. അല്ലാഹുവിന് ഒരാളോട് സ്നേഹം തോന്നിയാൽ, അല്ലാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അല്ലാഹു അയാളെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്ത ആളുകളെയല്ല അല്ലാഹു പരീക്ഷിക്കുന്നത്, അങ്ങനെ വിചാരിക്കരുത്. ഒരുപാട് കാലം ക്യാൻസർ രോഗിയായി, ഒരുപാട് കാലം സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, മക്കളിലൂടെ, സമ്പത്തിലൂടെ, ശരീരത്തിലൂടെ, ഭാര്യയിലൂടെ ഒരുപാട് രോഗങ്ങൾ നൽകി അല്ലാഹു ഒരാളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അയാളോട് അല്ലാഹുവിന് ദേഷ്യമുണ്ട് എന്നതിന്റെ ലക്ഷണമല്ല, അല്ലാഹുവിന് അയാളോട് കോപമുണ്ട് എന്നതിന്റെ ലക്ഷണമല്ല. ആലോചിക്കണം നമ്മൾ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ലോകം കണ്ട മഹാനായ പണ്ഡിതനാണ്. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം മരിക്കുന്ന സമയത്ത്, അദ്ദേഹം ലോകത്തോട് വിട പറയുന്ന സമയത്ത് ലോകത്തുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ ഇൽമിലേക്ക് ദാഹിക്കുന്ന സമയമായിരുന്നു അത്. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു തീർന്നിട്ടില്ല, അത്രയും വലിയ ആലിമായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ ഇദാ ദകറഹു ബകാ. ഇദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. ആരാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു? ഇസ്ലാമിക ചരിത്രത്തിൽ 4 മദ്ഹബിന്റെ ഇമാമുമാരിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നു ജുബൈർ എന്ന മഹാനായ പണ്ഡിതന്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹം കരയുമായിരുന്നു. കാരണം അല്ലാഹു പരീക്ഷിച്ച ഒരു പണ്ഡിതനാണ്, ഇഷ്ടമുള്ള ആളുകളെയാണ് അല്ലാഹു പരീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അദ്ദേഹം വലിയൊരു ആലിമാണ്, സൗഖം കണ്ട മഹാനായ ആലിമാണ്. അദ്ദേഹം ചെയ്ത തെറ്റെന്താ? അവിടെ ഭരിച്ചിരുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരു ക്രൂരനായ, ക്രിമിനലായ ഒരു ഭരണാധികാരിയായിരുന്നു. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ലോകം കണ്ട സാത്വികനായ ആലിമായിരുന്നു. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം ചെയ്ത തെറ്റ് ക്രൂരനായ ഒരു ഭരണാധികാരി, ക്രിമിനലായ ഒരു ഭരണാധികാരി, മുസ്ലിമീങ്ങളായ ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ കാണുമ്പോ അവർക്കെതിരെ ശബ്ദിച്ചിരുന്നൊരു ഭരണാധികാരി, അവരെ കൊന്നിരുന്നൊരു ഭരണാധികാരി, അദ്ദേഹത്തിന്റെ തെറ്റുകൾ സമൂഹ മധ്യത്തിൽ പറഞ്ഞു കൊടുത്തു എന്നതായിരുന്നു സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ചെയ്ത തെറ്റ്. അങ്ങനെ തിന്മയ്ക്കെതിരെ പോരാടിയതിന്റെ പേരിൽ ഇദ്ദേഹത്തെ വധിക്കാൻ ക്രിമിനലായ, ക്രൂരനായ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഭരണാധികാരി ക്രൂരനായ ഭരണാധികാരി സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കിരാത പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിക്കുകയുണ്ടായി. അത് കാരണത്താൽ അദ്ദേഹത്തെ വധിക്കാനുള്ള ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന പണ്ഡിതനെ വധിക്കാൻ ഒരു മുസ്ലിം ഭരണാധികാരി കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞു. ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് ജുമാക്ക് നേതൃത്വം നൽകിയത്. ഖുതുബയോദി നിസ്കാരം കഴിഞ്ഞു. തന്റെ ആരാച്ചാരെ വിളിച്ച്, തന്റെ പട്ടാളക്കാരെ വിളിച്ച് സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന പണ്ഡിതനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവരൊക്കെ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി ആഞ്ഞു മുട്ടുകയാണ്. ആ ഒരു ശബ്ദം കേട്ടപ്പോൾ സഈദ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, ഇതെന്നെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്ന ആളുകളാണ്. സധൈര്യം അദ്ദേഹം ആ വാതിൽ തുറന്ന് പുറത്തു നോക്കുമ്പോ വിചാരിച്ചതുപോലെ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ പട്ടാളക്കാരാണ്. നിങ്ങൾ ഹജ്ജാജ് വിളിക്കുന്നുണ്ട്, നിങ്ങൾ അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യ്, കുറച്ചു സമയം ഒന്ന് കാത്തിരിക്കുക, ഞാൻ വരാമെന്ന് പറഞ്ഞു അകത്തേക്ക് ചെന്നു. എന്നിട്ടോ അദ്ദേഹം നേരെ ബാത്റൂമിലേക്ക് ചെന്നു. കുളിച്ചു. മയ്യത്ത് കുളിക്കുന്നത് പോലെ, മയ്യത്തിനെ കുളിപ്പിക്കുന്നത് പോലെ അദ്ദേഹം കുളിച്ചു.
കുളിച്ചിട്ട് അദ്ദേഹം കഫൻ പുട ധരിച്ചു. എല്ലാവരും മരിച്ച് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ പുട ധരിപ്പിക്കാറുണ്ട്. പക്ഷേ ഇദ്ദേഹം കുളിച്ചിട്ട് കഫൻ പുട ധരിച്ചു. എന്നിട്ട് നേരെ ഈ പട്ടാളക്കാരുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പട്ടാളക്കാര് കയ്യിൽ ആമം വെച്ച് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് നേരെ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സമീപത്തേക്ക് കൊണ്ടുപോവുകയാണ്. വെള്ളിയാഴ്ച ദിവസമായിരുന്നു അത്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കൊട്ടാരത്തിലേക്ക് കയറി അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം കയറി പോകുമ്പോ മൂസാ നബി പറഞ്ഞ സലാമാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കൊട്ടാരത്തിലേക്ക് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. സന്മാർഗം സിദ്ധിച്ച ആളുകൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, സന്മാർഗം സിദ്ധിച്ച ആളുകൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോഴാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് ചോദിക്കുന്നത്, നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ പേരെന്താ? ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു സഈദ് ഇബ്നു ജുബൈർ. സഈദ് എന്ന് പറഞ്ഞാൽ വിജയി എന്നാണ് അർത്ഥം. ജുബൈർ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണെന്നർത്ഥം. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ജുബൈർ എന്നാണ്, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ. സഈദ് എന്നാൽ വിജയ്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ പേര് സഈദ് ഇബ്നു ജുബൈർ എന്നാണ്. അപ്പോഴാണ് ക്രൂരനായ ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞത്, നീ സഈദ് ഇബ്നു ജുബൈർ അല്ല, നീ ശഖീ ഇബ്നു ഖുസൈർ ആണ്. ശഖീ ഇബ്നു ഖുസൈർ എന്ന് പറഞ്ഞാൽ സഈദ് വിജയ്, ശഖീ പരാജിതൻ, നേരെ ഓപ്പോസിറ്റ്. ജുബൈർ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ, ഖുസൈർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ. നീ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ എന്ന അർത്ഥമുള്ള പിതാവിന്റെ മകൻ, വിജയ് എന്നർത്ഥമുള്ള നീയല്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്നർത്ഥമുള്ള ഉപ്പയുടെ മകൻ, പരാജിതൻ എന്നർത്ഥമുള്ള ശഖീ ഇബ്നു ഖുസൈർ എന്നാണ്. അപ്പോഴാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ഉമ്മയ്ക്കാണ് എന്റെ പേര് നിങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നത്, നിങ്ങൾക്കല്ല. എന്റെ പേര് എന്റെ ഉമ്മയ്ക്കാണ് കൂടുതൽ അറിയുന്നത്. പിന്നെ ചോദിച്ചു, എന്നെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചോദിക്കുകയാണ് സഈദ് ഇബ്നു ജുബൈറിനോട്, എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ളാലിമുൻ തൽഖല്ലാഹ ബിദിമാഇൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളായ ആളുകളുടെ രക്തം കുടിച്ച അല്ലാഹുവിന്റെ അടുത്തേക്ക് ഒരു അക്രമിയായ ഒരു ഭരണാധികാരിയെ ായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ളാലിമുൻ, അക്രമിയായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നത് ബിദിമാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ രക്തം കുടിച്ച ഭരണാധികാരിയായിട്ടാണ് നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നത് എന്ന്. പിന്നെ ഒരുപാട് സ്വർണങ്ങളും ഒരുപാട് വെള്ളികളും മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ സമ്പത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇൻ കുൻത ജമഅതഹു മിൻ അംവാലിൽ ഫുഖറാ, ഫഖീറന്മാരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിയതാണെങ്കിൽ അല്ലാഹുവിന്റെ അടുത്ത് സമാധാനം പറയേണ്ടി വരും. ഇത് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദരിദ്രരായ ഫഖീറന്മാരായ പാവങ്ങൾക്ക് നൽകേണ്ട സ്വർണമാണെങ്കിൽ, പാവങ്ങൾക്ക് നൽകേണ്ട വെള്ളിയാണെങ്കിൽ ഇതിന് അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. പാവങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. അപ്പോഴാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പറഞ്ഞത്, ലഉബദ്ദിലന്നക മിനദ് ദുനിയാ നാറൻ തലല്ലാഹ്. ഈ ദുനിയാവിനെ ഞാൻ നിങ്ങൾക്കൊരു നരകമാക്കാൻ പോവുകയാണ്. ഈ ദുനിയാവിനെ ഞാൻ നിങ്ങൾക്കൊരു നരകമാക്കാൻ പോവുകയാണ്. അപ്പോഴാണ് സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ കാന ദാലിക ഇലൈക ലഅബദ്തുക മിൻ ദൂനില്ലാഹ്. ഈ ദുനിയാവിനെ നരകമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ അല്ലാഹുവിനെ ഒഴിവാക്കി ഞാൻ നിങ്ങളെ ആരാധിക്കുമായിരുന്നു. നിങ്ങളാണോ ഈ ദുനിയാവിനെ നരകമാക്കുന്നവൻ? നിങ്ങളാണോ ഈ ദുനിയാവിനെ സ്വർഗമാക്കുന്നവൻ? ഇത് അല്ലാഹുവിന്റെ തീരുമാനമല്ലേ? നിങ്ങളുടെ കയ്യിലല്ലല്ലോ ഇതിന്റെ തീരുമാനമുള്ളത്. അത് നിങ്ങൾക്ക്
കഴിയുമെങ്കിൽ അള്ളാഹുവിനെ ഒഴിവാക്കി ഞാൻ നിങ്ങളെ ആരാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് സഈദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് ലഖതുലന്നക ഖത്ലതൻ മാ ഖതൽതുഹാ അഹദൻ മിനന്നാസ്. ഒരുപാട് ആലിമീങ്ങളെ, ഒരുപാട് പണ്ഡിതന്മാരെ, ഒരുപാട് മുസ്ലിമീങ്ങളെ വധിച്ച ആളാണ് ഞാൻ. പക്ഷേ ഇതുവരെ ഒരാളെയും വധിക്കാത്ത രീതിയിൽ ഞാൻ നിങ്ങളെ വധിക്കാൻ പോവുകയാണെന്ന് സഈദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പറയുന്നത് ഇല്ലാ ഖതലകല്ലാഹു മിസ്ലഹാ യൗമൽ ഖിയാമ. എന്നെ എങ്ങനെയാണോ നിങ്ങൾ വധിക്കുന്നത്, എങ്ങനെയാണോ നിങ്ങൾ എന്നെ വധിക്കുന്നത്, അതേപോലെ ആഖിറത്തിൽ അല്ലാഹു നിങ്ങളെ വധിക്കാതിരിക്കൂല. എങ്ങനെയാണോ നിങ്ങൾ എന്നെ വധിക്കുന്നത് അതേപോലെ അല്ലാഹു നിങ്ങളെയും വധിക്കുമെന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുമ്പോഴാണ് അദ്ദേഹം തന്റെ ആരാചാര വിളിക്കുന്നത്, തന്റെ കൊലയാളികളെ വിളിക്കുന്നത് ഉഖ്തുലൂ, ഇയാളെ കൊന്നുകളഞ്ഞേക്ക്, ഒരു സെക്കൻഡ് പോലും ഇവിടെ ബാക്കി വെക്കാൻ പാടില്ല. അപ്പോഴാണ് കൊല്ലാനുള്ള കൽപ്പന പുറപ്പെടുപ്പിച്ചപ്പോഴാണ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹുവേ, ഞാൻ നിന്നിലേക്ക് എന്റെ മുഖം തിരിക്കുകയാണല്ലാഹ്. അറുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്, വധിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലാഹുവേ, ഞാൻ നിനക്ക് വേണ്ടി നിന്റെ ഖിബലയിലേക്ക് മുഖം തിരിക്കുകയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത് വജ്ജിഹൂഹു ഇലാ ഗൈരിൽ ഖിബല. ഖിബലയിലേക്ക് മുന്നിട്ട് മരിക്കാൻ ഇയാളെ നിങ്ങൾ അനുവദിക്കരുത്, ഖിബലയിലേക്ക് മുന്നിട്ട് മരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്, മുഖം മാറ്റി ഇയാളെ വധിച്ചു കളയണമെന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഫഅൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. നിങ്ങൾ എന്നെ എവിടേക്ക് തിരിഞ്ഞു കൊന്നാലും ശരി, എവിടേക്ക് തിരിച്ചു വധിച്ചാലും ശരി, എന്റെ കഴുത്തറുത്താലും ശരി, നിങ്ങൾ ഏത് രീതിയിൽ കൊന്നെന്നെ വലിച്ചെറിഞ്ഞാലും അവിടെയൊക്കെ അള്ളാഹുവിന്റെ വജ്ഹുണ്ട്. എനിക്ക് ഖിബലയിലേക്ക് തന്നെ കിടന്ന് മരിക്കണമെന്ന് താല്പര്യമില്ല. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ നിങ്ങളെ വധിച്ച് ഖബറിൽ കിടക്കാൻ ഞാൻ അനുവദിക്കൂല, ഖബറിൽ മറമാടാൻ ഞാൻ നിങ്ങളെ അനുവദിക്കൂല. നിങ്ങളെ വധിച്ചാൽ ഇത്രഹൂ അർളാ, നിങ്ങളെ ഞാൻ ഭൂമിയിലേക്ക്, മരുഭൂമിയിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്, മരുഭൂമിയിലേക്ക് വലിച്ചെറിയാൻ പോവാണ്. ലോകം കണ്ട സാത്വികനായ മഹാനായ പണ്ഡിതനെയാണ് ഇത്രയും ക്രൂരമായ രീതിയിൽ വധിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ കഴുത്തറുത്തിട്ട് ഈ ശരീരത്തെ മരുഭൂമിയിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്. കഴുകന്മാര് ഭക്ഷിക്കാൻ വേണ്ടി, പ്രാണികൾ കഴിക്കാൻ വേണ്ടി, മൃഗങ്ങൾ കഴിക്കാൻ വേണ്ടി, മൃഗങ്ങൾ കൊത്തിവലിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശരീരത്തെ വലിച്ചെറിയുകയാണ് എങ്ങോട്ട്? മരുഭൂമിയിലേക്ക്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മണ്ണിൽ നിന്നല്ലേ അല്ലാഹു എന്നെ സൃഷ്ടിച്ചത്, മണ്ണിലേക്കല്ലേ അല്ലാഹു എന്നെ മടക്കുന്നത്, ആ മണ്ണിൽ നിന്നാണല്ലോ അല്ലാഹു സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു ചിരിക്കാൻ തുടങ്ങിയത്. ചിരിക്കാൻ തുടങ്ങി. ഫളഹിക, ചോദിച്ചു മിമ്മ തളഹക്, എന്തിനാണ് ചിരിക്കുന്നത്? നിങ്ങൾ ചിരിക്കാനുള്ള കാരണം എന്താ? എല്ലാവരും മരിക്കാൻ പോകുമ്പോ, വധിക്കപ്പെടാൻ പോകുമ്പോ എല്ലാവരും കരയാറാണല്ലോ, നിങ്ങൾ എന്തേ ചിരിച്ചത്? അപ്പോഴാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ ചിരിക്കാനുള്ള കാരണം ഒരു തെറ്റുപോലും ചെയ്യാത്ത എന്നെ വധിക്കാനുള്ള നിങ്ങളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, നിങ്ങളുടെ ധൈര്യമുണ്ടല്ലോ, എന്നിട്ടും അല്ലാഹു നിങ്ങളെ വെറുതെ വിടുന്നുണ്ടല്ലോ. ഒരു തെറ്റുപോലും ചെയ്യാത്ത എന്നെ നിങ്ങൾ വധിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ കാണുന്ന അല്ലാഹു നിങ്ങളെ വെറുതെ വിടുന്നുണ്ടല്ലോ. അല്ലാഹുവിനെ കണ്ടിട്ടും എന്നെ വധിക്കാൻ നിങ്ങൾ കാട്ടുന്ന ധൈര്യവും അല്ലാഹു നിങ്ങളെ വെറുതെ വിടുന്നതും കാണുമ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു ഒരു ദുആ ചെയ്യുകയാണ്, ഒരു പ്രാർത്ഥന നടത്തുകയാണ്. അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ അലാ അഹദിൻ ബഅദി. അല്ലാഹുവേ, എന്റെ മരണശേഷം വേറെ ഒരാളെയും വധിക്കാൻ നീ ഇയാൾക്ക് അവസരം നൽകല്ലേ അല്ലാഹ്. ചിരിക്കുകയാണ്. മരിക്കാൻ പോകുമ്പോ ആരെങ്കിലും ചിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരിക്കാൻ പോകുമ്പോ അദ്ദേഹം ചിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു മിമ്മ തളഹക്, എന്തിനാണ് ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു ഞാൻ ചിരിക്കുന്നത്
അള്ളാഹുവിന് മേൽ നിങ്ങൾ കാണിക്കുന്ന ധൈര്യമുണ്ടല്ലോ, അതോർത്ത് ഞാൻ ചിരിക്കുകയാണ്. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ അലാ അഹദിൻ ബഅദി. അല്ലാഹുവേ, എന്റെ മരണശേഷം വേറെ ഒരാളെ വധിക്കാൻ നീ ഇയാൾക്ക് അവസരം നൽകരുത്. ആലിമീങ്ങൾ കാണും എന്ത് പറഞ്ഞെന്നറിയോ? ഇന്നി തലപ്പാവുധാരികളായ ആലിമ്യങ്ങളെ കാണുമ്പോ ഇതാ ഞാൻ ചില തലകളെ കാണുന്നുണ്ട്. വെട്ടിമാറ്റാൻ പാകമായിട്ടുണ്ട്. നമ്മുടെ തേങ്ങയൊക്കെ ഉണങ്ങുമ്പോ പറിച്ചെടുക്കാൻ പാകമായി എന്ന് പറയുന്നത് പോലെ ഞാൻ തലവെട്ടി മാറ്റാൻ പാകമായ ചില തലപ്പാവുധാരികളെ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആലിമ്യങ്ങളെ വെട്ടിമാറ്റിയ ആളാണ് ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന കിരാതനായ ക്രൂരനായ ഭരണാധികാരി. സഫാഹ് എന്ന അദ്ദേഹത്തിന്റെ പേര്. സഫാഹ് എന്ന് പറഞ്ഞാൽ രക്തം ചിന്തിയവൻ. അദ്ദേഹത്തോട് ദുആ ചെയ്തു, അല്ലാഹുവേ, ഇദ്ദേഹത്തെ എന്റെ മരണശേഷം, എന്റെ വഫാത്തിന്റെ ശേഷം വേറെ ഒരാൾക്കും നീ വേറെ ഒരാളെയും വധിക്കാൻ നീ അവസരം നൽകരുത്. ഞാൻ ഏതായാലും എന്നെ കൊല്ലാൻ, എന്റെ മരണശേഷം വേറെ ഒരാൾക്ക് വധിക്കാനുള്ള അവസരം നീ നൽകരുത് എന്ന് ദുആ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തറുത്ത് കഴുകന്മാർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ശരീരത്തെ മരുഭൂമിയിലേക്ക് വലിച്ചെറിയുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷം രാത്രി ഉറങ്ങാൻ വേണ്ടി റൂമിലേക്ക് കടന്നു വരികയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി. ഉറങ്ങാൻ വേണ്ടി അന്ന് രാത്രി റൂമിലേക്ക് ഉറങ്ങാൻ വേണ്ടി വരികയാണ്. എല്ലാവരും ഉറങ്ങിക്കിടന്നു. മുറിയിലെത്തി ഉറങ്ങി പെട്ടെന്ന് ചാടി എണീറ്റു. പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണാൻ. ഇത് കൂടുമ്പോ അത് കുറഞ്ഞേ, ലെഫ്റ്റിൽ കൂടുമ്പോ റൈറ്റ് കുറഞ്ഞപ്പോ നല്ലത് റൈറ്റിൽ തന്നെ കൂട്ടി വെച്ചു. അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു സ്വപ്നം കണ്ടു പേടിച്ചു. ബെഡിൽ നിന്ന് ചാടി എണീറ്റു. എന്താണ് സ്വപ്നം? മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉറക്കത്തിൽ വന്ന് ചോദിച്ചു, എന്തിനാണ് എന്നെ കൊന്നത്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ വധിച്ചത്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ കൊന്നത് എന്ന് ഉറക്കത്തിൽ വന്നുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഹജ്ജാജിനെ പേടിപ്പിക്കുകയാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കത്തിൽ നിന്നുണർന്നു. പിന്നെയും കുറച്ചു സമയം കഴിഞ്ഞ് ഉറങ്ങി നോക്കി. വീണ്ടും ഉറക്കത്തിൽ വരികയാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. എന്തിനാണ് നിങ്ങൾ എന്നെ കൊന്നത്? എന്ത് തെറ്റിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ വധിച്ചത് എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് ചോദിക്കുകയാണ്. വീണ്ടും ഉറക്കത്തിൽ നിന്ന് പേടിച്ചുകൊണ്ട് ഞെട്ടിയുണരുക. മൂന്നാമത്തെ തവണയും ഉറങ്ങാൻ കിടന്നു. അപ്പോഴേക്കും വീണ്ടും വരികയാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ വധിച്ചത്? രാത്രി ഉറങ്ങിയില്ല. ഒരു പോളെ കണ്ണെടുക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം പകലായി. പതിവ് പോലെ കൊട്ടാരത്തിൽ ചെന്നു. രാത്രിയായി ഉറങ്ങാൻ കിടക്കുമ്പോൾ വീണ്ടും വരികയാണ് സഈദ് ഇബ്നു ജുബൈർ. 2, 3, 4 ദിവസമായി ഒരു പോളെ കണ്ണെടുക്കാൻ പറ്റുന്നില്ല. ഉറക്കില്ല. ഉറങ്ങുമ്പോഴേക്കും സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു വരികയാണ്. ആ ലെഫ്റ്റ് ഓഫ് ചെയ്തോളൂ. നേരത്തുള്ള പോലെ റൈറ്റ് ഒന്ന് ഫുള്ള് കൂട്ടി തന്നാൽ മതി. ലെഫ്റ്റ് ഓഫ് ചെയ്തോളൂ. റൈറ്റ് സൈഡ് ഉള്ളത് ഫുള്ള് കൂട്ടി തന്നാൽ മതി. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു വീണ്ടും ഉറക്കിൽ വരികയാണ്. അങ്ങനെ 30 ദിവസക്കാലം ഒരു പോളെ കണ്ണടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ്. പിന്നെ അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി, മാലി വലിദമി സഈദ്. ഫുള്ള് കൂട്ടിക്കോളി, ഹമ്മിങ് വരുന്നവരെ കൂട്ടിക്കോളൂ. മാലി വലിദമി സഈദ്. വേണ്ടായിരുന്നു. എന്തിനാണ് ഞാൻ ഈ സഈദിനെ കൊന്നത്? എന്തിനാണ് ഞാൻ ഈ സഈദിനെ കൊന്നത്? വേണ്ടായിരുന്നു എന്ന് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ 30ാമത്തെ ദിവസമാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് ലോകത്തോട് ഇവിടെ പറയുന്നത്. ഇഞ്ചിഞ്ചായിട്ട് മരണം അനുഭവിച്ചു എന്നാണ്. അതിനുശേഷം മറ്റൊരാളെ വധിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് നൽകിയില്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ അലാ അഹദിൻ ബഅദി. അല്ലാഹുവേ, എന്റെ മരണശേഷം വേറെ ഒരാളെ വധിക്കാൻ നീ ഇയാൾക്ക് അവസരം നൽകരുത്. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളെ, ഇത്രയും സാത്വികനായ സൂഫി വര്യനായ ആലിമിനെ വധിക്കാനും ഇങ്ങനെയും ഇത്രയും മോശമായ രീതിയിൽ ക്രൂരമായി കൊല ചെയ്യാൻ അല്ലാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ, അള്ളാഹുവിന് അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അള്ളാഹു ഇഷ്ടക്കാരെയാണ് പരീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്തു തെറ്റു ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പരീക്ഷണം നൽകിയത്? ഇദ്ദേഹം തെറ്റ് ചെയ്തത് കൊണ്ടാണോ ഇദ്ദേഹത്തിന് ഈ ഒരു പരീക്ഷണം അനുഭവിക്കേണ്ടി വന്നത്? അല്ല, തെറ്റ് ചെയ്തിട്ടല്ല. അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ്.
ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ. അല്ലാഹുവിന് ഒരാളോട് സ്നേഹമുണ്ടെങ്കിലാണ് അയാളെ അല്ലാഹു പരീക്ഷിക്കുന്നത്. സ്നേഹമുള്ള ആളുകളെയാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കണം. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, അയ്യുന്നാസി അശദ്ദു ബലാ. നബിയേ, ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ആരാണ് നബിയേ? അയ്യുന്നാസി ബലാ അയ്യുന്നാസി അശദ്ദു ബലാ. നബിയേ, ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത്, പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നത് ആരാണ് നബിയേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത്, അൽ-അംബിയാ. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത് പ്രവാചകന്മാരാ. ആരാണ്? പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത് പ്രവാചകന്മാരാണ്, അംബിയാക്കൾ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാരെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാരെ, അതും പ്രവാചകന്മാരെ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനും ഇതേപോലെ കാഫിറായി മരിച്ചു പോവാൻ, ഭാര്യയും കാഫിറായി മരിച്ചു. അല്ലാഹു കാഫിരീങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞത് നൂഹ് നബിയുടെ ഭാര്യയാണ്. നരകത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങൾ ഉദാഹരണം പറഞ്ഞു. അതിലൊന്നാമത്തേത് നൂഹ് നബിയുടെ ഭാര്യയാണ്. പ്രവാചകന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എണ്ണിയാൽ തീരാത്ത പ്രയാസമാണ്. ഇന്നിങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ നബിമാരെ കുറിച്ചും പറയാനുണ്ട്. മുസാ നബിയിലെത്തി, ഈസാ നബിയിലെത്തി, ഇബ്രാഹിം നബി, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രവാചകന്മാരുടെ പ്രയാസങ്ങളുടെ കഥകൾ പറയുന്നുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാമിനെ വധിക്കാൻ വേണ്ടി ഈർച്ചവാള് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ തലയുടെ രണ്ടു ഭാഗത്തും ഈർച്ചവാള് വെച്ച് അറുത്തു മാറ്റുകയാണ്. യഹ്യാ നബിയെ വധിച്ചതാണ്, സക്കരിയ നബിയെ വധിച്ചതാണ്, ശംവീൽ നബി, അർമിയാൻ, അങ്ങനെ കുറെ അമ്പിയാക്കളൊക്കെ ഇസ്രായേലുകാർ വധിച്ച് തലയറുത്തു കൊന്നാണ്. അങ്ങനെ വധിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ തലയിലേക്ക് ശക്തമായ മൂർച്ചയുള്ള ഈർച്ചവാള് വെച്ച് രണ്ടുപേര് രണ്ട് ഭാഗത്ത് നിന്ന് തലയറുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ ശക്തമായ മൂർച്ചയുള്ള ഈർച്ചവാളിന്റെ മുനമ്പ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ തലച്ചോറിലേക്ക് തട്ടുമ്പോ വല്ലാതെ അസഹനീയമായ വേദനയുണ്ടായത്. ആ വേദനയുണ്ടായപ്പോ സക്കരിയ നബി ആ എന്നൊരു ശബ്ദം ഉണ്ടാക്കി. നമ്മൾ പെട്ടെന്ന് വീഴുമ്പോ അല്ലാഹ് അല്ലെങ്കിൽ ആ എന്നൊരു വേദന ഉണ്ടാക്കൂലേ? വീഴുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുമ്പോഴോ നമ്മളൊരു ശബ്ദം ഉണ്ടാക്കൂലേ? അങ്ങനെ ഒരു ശബ്ദം ആരുണ്ടാക്കി? മഹാനായ സക്കരിയ നബി അലൈഹി സലാം. പത്തിരി ചൂടാണ് പെണ്ണുങ്ങൾ. പത്തിരി ചുടുമ്പോ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് ചെറിയൊരു സ്പാർക്ക് നമ്മുടെ കയ്യിൽ തട്ടി അല്ലെ, മീശ മുറിക്കാൻ ചുണ്ട് മുറിഞ്ഞു പോയി. അപ്പൊ അതൊക്കെ നമ്മളൊക്കെ ഒച്ചപ്പാടുണ്ടാക്കൂലേ? ആ അങ്ങനെ ശബ്ദം ഉണ്ടാക്കൂലേ? അസഹനീയമായ വേദന, തല ഇങ്ങനെ അറുക്കാൻ രണ്ട് ഭാഗത്ത് ഈർച്ചവാള് പിടിച്ചിട്ട് സൗണ്ട് കൂട്ടിക്കോളേ. ATS എന്ന് പറഞ്ഞിട്ട് സൗണ്ട് കുറക്കല്ലേ, മുഴുവനും കൂട്ടിക്കോളൂ. രണ്ട് ഭാഗത്ത് ഇങ്ങനെ പിടിച്ചറുക്കുമ്പോ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ തലച്ചോറിലേക്ക് അതിന്റെ മൂർച്ചയുള്ള ഭാഗം തട്ടിയപ്പോ ആ എന്നൊരു ശബ്ദം ഉണ്ടാക്കി. ആ ശബ്ദമുണ്ടാക്കിയപ്പോ അല്ലാഹു സക്കരിയ നബി അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. നിങ്ങൾ ആരാണെന്നറിയോ? നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. പ്രവാചകന്മാർക്കാണ് അല്ലാഹു പരീക്ഷണങ്ങൾ കൂടുതൽ നൽകിയത്. ഇനി ഒരു തവണ ഇതുപോലൊരു ശബ്ദം നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുറപ്പെടുവിച്ചാൽ നിങ്ങളുടെ നുബൂവത്ത്, പ്രവാചകത്വം ഞാൻ എടുത്ത് സാധാ മനുഷ്യനാക്കി മാറ്റും. പ്രവാചകന്മാരൊക്കെ സ്വർഗത്തിൽ ഉന്നതമായ തട്ടിലാണ്. നിങ്ങൾ ഇനി ഒരു തവണ ആ എന്നൊരു ശബ്ദം നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ നുബൂവത്ത് ഞാൻ എടുത്ത് നിങ്ങളെ ഞാൻ സാധാ ഒരു മനുഷ്യനാക്കി മാറ്റുമെന്ന് അല്ലാഹു തആല മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്. നമ്മൾക്ക് ആഹ്ന്നാക്കുന്നതിന് കുഴപ്പമുണ്ടോ? തലവേദന ഒന്ന് പഠിച്ചോനെ എന്തോ ഒരു വേദന എന്ന് പറയുന്നത് നമ്മൾക്ക് തെറ്റൊന്നുമില്ല. പക്ഷെ പ്രവാചകന്മാർക്ക് അത് പറയാൻ പറ്റൂല. കാരണം അവർ അള്ളാഹുവിന്റെ അടുത്ത ആളുകളാണ്, അള്ളാഹുമായി ഏറ്റവും ബന്ധം സ്ഥാപിക്കുന്ന ആളുകളാണ്, അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെ സഹിക്കേണ്ട ആളുകളാണ്. അങ്ങനെ കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തി. എങ്ങനെയാണ് നബി തങ്ങൾ ജനിക്കുന്നത്? ഉപ്പയില്ലാതെ യതീമായിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ജനിക്കുന്നത്. ഉപ്പയില്ല, അനാഥനായി യതീമായി ജനിക്കാൻ ഒന്നാമത്തെ പരീക്ഷണം. നബി തങ്ങളുടെ പരീക്ഷണങ്ങൾ നോക്കണം. ഉപ്പയില്ലാതെ യതീമായി ജനിക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. 6-ാമത്തെ വയസ്സിലാണ് തന്റെ പൊന്നു മാതാവ് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. ഉമ്മയും മരിച്ചു, ഉപ്പയും മരിച്ചു. 6 വയസ്സാകുമ്പോ പോറ്റി വളർത്താൻ ആളില്ലാതെ അബ്ദുൽ മുത്തലിബും അബൂ താലിബും ഏറ്റെടുത്ത് 2 പേരും ലോകത്തോട് വിട പറഞ്ഞു പോയി. 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചത് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ. ഖദീജ ബീവിയെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഖദീജ ബീവിയും ലോകത്തോട് വിട പറഞ്ഞു പോയി. തന്റെ പ്രിയപ്പെട്ട പത്നി മരിച്ചു പോകുന്നത് കാണാനിടയായി. ആര്? ഒരു മനുഷ്യൻ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്? ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കുണ്ടോ? തന്റെ പിതൃവ്യനായ അബൂ ത്വാലിബ് മരിച്ചുപോയി, ഉപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി. എന്തിനേറെ തന്റെ കരളിന്റെ കഷ്ണമായ പ്രിയപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ സമ്പത്തില്ലാത്ത സമയത്ത് സമ്പത്ത് നൽകി, സംരക്ഷണം ആവശ്യമുള്ള സമയത്ത് സംരക്ഷണം നൽകി. അല്ലാഹു സംരക്ഷിച്ചിരുന്ന ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു പോയി. ആ ഖദീജ ബീവിയിൽ നിന്ന് അല്ലാഹു നൽകിയ മക്കളാണ് റുഖയ്യയും ഉമ്മു കുൽസൂം. റുഖയ്യയും ഉമ്മു കുൽസൂമും ഖദീജ ബീവിയിൽ നിന്നുണ്ടായ മക്കളാണ്. ആ മക്കളെ അബൂലഹബിന്റെ 2 മക്കൾക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. ഉത്ബയ്ക്കും ഉതൈബയ്ക്കും. എന്റെ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു, ഉത്ബയ്ക്കും ഉതൈബയ്ക്കും. അബൂലഹബിനെ കുറിച്ച് ആയത്തിറങ്ങി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഇങ്ങനെ പിടിക്കുമ്പോ ഒരു സൗണ്ട് മാറ്റില്ലേ? ആ സൗണ്ട് എല്ലാവർക്കും കിട്ടണം. ശരി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ذات ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്. അബൂലഹബ് നശിച്ചിരിക്കുകയാണ്. അബൂലഹബിന്റെ ഭാര്യയും അബൂലഹബിന്റെ മക്കളും നശിച്ചിരിക്കുകയാണ്. സയസ്ലാ നാറൻ ذات ലഹബ്. ആളിക്കത്തുന്ന നരകത്തിൽ അവർ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല ആയത്തിറക്കിയപ്പോഴാണ് അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന് പറയുന്ന ഹമ്മാലത്തുൽ ഹതബ് എന്ന് പറയുന്ന ഉമ്മു ജമീൽ തന്റെ 2 മക്കളെയും വിളിക്കുന്നത് ഉത്ബയെയും ഉതൈബയെയും വിളിക്കുന്നത് ഉത്ബ ഉതൈബ. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ കുടുംബത്തെ ആക്ഷേപിച്ചിട്ട് മുഹമ്മദ് ആയത്തിറക്കിയത്, ഉപ്പയെ ആക്ഷേപിച്ച് ഉമ്മയെ ആക്ഷേപിച്ച് ആയത്തിറക്കിയത്. അതുകൊണ്ട് മുഹമ്മദിന്റെ മക്കളെ ഇനി മേലാൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ചേക്കാൻ പാടില്ല. മുഹമ്മദിന്റെ മക്കളെ തലാഖ് ചെല്ലേക്ക് എന്ന് പറഞ്ഞ് ഉത്ബയെയും ഉതൈബയെയും ഭീഷണിപ്പെടുത്തുകയാണ്. ഉപ്പയുടെയും ഉമ്മയുടെയും ഭീഷണി അംഗീകരിച്ചുകൊണ്ട് ഉത്ബയും ഉതൈബയും എന്റെ ഭാര്യമാരെ കൂട്ടിയിട്ട് തങ്ങളുടെ സമീപത്തേക്ക് എത്തി. ഒന്നാമതായി തലാഖ് ചെല്ലുകയാണ്. മുഹമ്മദേ, നിന്റെ മകൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തലാഖ് ചെല്ലുകയാണ്. നിങ്ങൾ ആലോചിക്കണേ സഹോദരങ്ങളെ, ഒന്നാമത്തെ മകളെ ഒരു പുതിയ ഉപ്പയുടെ മുന്നിൽ വെച്ച് തലാഖ് ചെല്ലുന്ന 2 ഒരു ഉപ്പാക്ക് എത്ര പ്രയാസം ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. എത്ര പ്രതീക്ഷയോടെയാണ് നമ്മൾ നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തത്. അവിടെ നിന്നൊക്കെ അന്വേഷണം നടത്തി നല്ലൊരു വരനെ അന്വേഷിച്ചുകൊണ്ട്, നല്ലൊരു പുതിയാപ്പിളെ അന്വേഷിച്ചുകൊണ്ട് കല്യാണം കഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ പുതിയാപ്പിള 2, 3, 4 വർഷം കഴിയുമ്പോ നമ്മുടെ മക്കളെയും കൂട്ടി വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഉപ്പാന്റെ മുന്നിൽ നിന്ന് ഞാൻ 3 തലാഖും ചൊല്ലി എന്ന് പറഞ്ഞാൽ ആ ഉപ്പാക്കുണ്ടാകുന്ന വിഷമം എത്രയായിരിക്കും? അതുപോലെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒന്നാമത്തെ മകളെ തലാഖ് ചൊല്ലി ഇവിടെ പറഞ്ഞു പോയി. എവിടെ നിന്ന് പോയി? ഉത്ബ പോയി. പിന്നെയുള്ളത് ഉതൈബ. തന്റെ ഭാര്യയെയും അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, മുഹമ്മദേ, ഞാൻ നിന്നെ കൊണ്ട് വിശ്വസിക്കുന്നില്ല, നിന്റെ ഖുർആനിനെ കൊണ്ട് വിശ്വസിക്കുന്നില്ല. വന്നജ്മി ഇദാ ഹവാ. സൂറത്തുൻ നജ്മ് ഓതി. വന്നജ്മി ഇദാ ഹവാ. നക്ഷത്രം കൊണ്ടാണ് സത്യമെന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോട് ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ 2ാമത്തെ മകളെയും തലാഖ് ചൊല്ലി നബി തങ്ങളുടെ മുന്നിലേക്ക് തുപ്പിയിട്ടാണ് ഉതൈബ പോകുന്നത്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ സല്ലിത് അലൈഹി ഖൽബൻ മിൻ കിലാബിക്. അല്ലാഹുവേ, ഒരു വന്യമൃഗത്തെ കൊണ്ട് നീ ഇയാളെ നശിപ്പിക്കണേ അല്ലാഹ്. ഹബീബിനെ തുപ്പിയത് കൊണ്ട് ഹബീബിന്റെ മകളെ
ത്വലാഖ് ചൊല്ലിയതോ കൊണ്ടല്ല, പരിശുദ്ധമായ ഖുർആനിനെ ആക്ഷേപിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉത്ബ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്, ഉത്ബയ്ക്കെതിരെ ദുആ ചെയ്തിട്ടില്ല. ഉത്ബയ്ക്കെതിരെ ദുആ ചെയ്യാനുള്ള കാരണം വെറുതെയല്ല, പരിശുദ്ധമായ ഖുർആനിനെതിരെ ആക്ഷേപ സ്വരങ്ങൾ ഉണ്ടാക്കിയപ്പോ, ഖുർആനിനെ തള്ളിക്കളഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുവേ അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക്, അല്ലാഹുവേ വന്യമൃഗത്തെ കൊണ്ട് ഇയാളെ രക്ഷിപ്പിക്കണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തപ്പോഴാണ് അവിടുന്ന് മനസ്സിലായി ഹബീബിന്റെ ദുആ മുഹമ്മദിന്റെ പ്രവർത്തന ഫലിക്കാതിരിക്കില്ല. നേരെ ചെന്നത് തന്റെ പിതാവിന്റെ സമീപത്തേക്കാണ്. പിതാവ് ചോദിച്ചു, മുഹമ്മദ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഒരു പ്രാർത്ഥന മുഹമ്മദ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് അബൂലഹബിനോട് പറയുന്നത്. അബൂലഹബ് മുസ്ലിമല്ല, ഉതൈബ മുസ്ലിമല്ല. അപ്പോഴാണ് അബൂലഹബ് തന്റെ മകനോട് പറയുന്നത്, പൊന്നുമോനെ, മുഹമ്മദ് അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കണേ, 4 വശങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ആ പ്രാർത്ഥന സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അബൂലഹബ് പറഞ്ഞപ്പോഴാണ് ഉതൈബ അത് മനസ്സിലാക്കി തന്റെ മുഴുവനും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അംഗരക്ഷകരെ കൊണ്ടു നടക്കാൻ തുടങ്ങിയത്, തന്റെ കൂടെ ചങ്ങാതിമാരെ കൊണ്ടു നടക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു പ്രാവശ്യം ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. ഒരുപാട് ചങ്ങാതിമാര് കൂടെയുണ്ട്, ഒരുപാട് ഒട്ടകങ്ങൾ കൂടെയുണ്ട്. മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ഷാമിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് ഒരു ഇടയനായ സഹോദരനെ കാണാനിടയായത്. ഇടയനോട് ചോദിച്ചല്ല, ഷാമിലേക്കുള്ള എത്ര ദൂരമുണ്ട്, ഷാമിലേക്കുള്ള വഴിയുടെ കഥ എന്താണ്? അപ്പോഴാണ് ഇടയൻ ചോദിച്ചത്, നിങ്ങളാരാ? ഞങ്ങൾ അറബികളാണ്. നിങ്ങൾ എന്താണ് ഇവിടെ സിംഹങ്ങളാടിനെ പോലെ മേഞ്ഞു നടക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോ അബൂലഹബിന്റെ മകന്റെ മനസ്സിലായി മുഹമ്മദിന്റെ പ്രാർത്ഥന ഫലിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ രാത്രി ഉറങ്ങാൻ വേണ്ടി ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. എന്നിട്ട് എല്ലാവരും ഉറങ്ങാൻ കിടന്നു. ആദ്യം മധ്യത്തിലായി അബൂലഹബിന്റെ മകൻ ഉത്ബയുടെ സ്ഥാനമാണ്. തൊട്ടുപുറത്തവരുടെ ചങ്ങാതിമാർ കുറെ ആളുകൾ കൂടെയുണ്ട്. ചങ്ങാതിമാരെല്ലാം അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തായി കിടന്നുറങ്ങി. അതിന്റെ ചുറ്റുഭാഗത്തായി അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധന സാമഗ്രികളെല്ലാം വെച്ചു. അതിന്റെയും ചുറ്റുവട്ടത്തായി തൊട്ടടുത്തായി അവരുടെ ഒട്ടകങ്ങളെയും അവരുടെ കയ്യിലുള്ള ആടുകളെയും അവരുടെ കയ്യിലുള്ള കുതിരകളെയും കെട്ടിവെച്ചു. എന്നിട്ട് വളരെ പ്രതീക്ഷയോടെ രാത്രി കിടന്നുറങ്ങിയതാണ്. ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഒരു സിംഹം കടന്നു വരുന്നത്. സിംഹത്തിന് ആടുണ്ട്, ഒട്ടകമുണ്ട്, കുതിരയുണ്ട്. ഇതിലേതിനെ വേണമെങ്കിലും കടിച്ചു കൊല്ലാനും വിശപ്പകറ്റാനുമുള്ള മൃഗങ്ങളെ ചുറ്റുഭാഗത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. സിംഹങ്ങൾ കുതിരയുടെ മുകളിലൂടെ ചാടുകയാണ്. എന്നിട്ടാണ് ആ സാധന സാമഗ്രികളുടെ ചരക്കുകളുടെ മുകളിൽ സിംഹം കയറി നിൽക്കുന്നത്. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഓരോ ആളുകളെയും വീക്ഷിച്ചുകൊണ്ട് മധ്യത്തിലായി കിടന്നുറങ്ങുന്ന ഉത്ബയുടെ സമീപത്തേക്ക് ചാടുകയാണ്. എന്നിട്ട് ഉത്ബയുടെ മുഖത്തെ ഉത്ബയുടെ ശരീരത്തെ കാർന്നു തിന്നുകയാണ് സിംഹം ചെയ്തത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥനയാണ്. ഏതായാലും ഈ വിഷയം നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്തതാണെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിനെ ചെയ്യാനുള്ള കാരണം പരിശുദ്ധമായ ഖുർആനിനെ ആക്ഷേപിച്ചതാണ്. ഖുർആനിനെ ആക്ഷേപിച്ചപ്പോ അങ്ങനെ ഇരുന്നോട്ടെ, ഖുർആനിനെ ആക്ഷേപിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഇടപെടുന്നത്. അല്ലാഹു ദുആ സ്വീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് 2 മക്കളെയാണ് കൊണ്ടുവന്നത്. 2 മക്കളെയാണ് മുന്നിലേക്ക് കൊണ്ടുവന്ന ത്വലാഖ് ചൊല്ലി മരുമക്കൾ വിട പറഞ്ഞു പോകുമ്പോ ഒരു ഉപ്പാക്കുണ്ടാകുന്ന വിഷമം എത്രയാണ്. ആ മക്കളെയാണ് മഹാനായ ഉസ്മാൻ തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. 2 മക്കളെയും ഉസ്മാൻ തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. എന്നിട്ട് കേൾക്കണോ, ബദ്രയുദ്ധം കഴിഞ്ഞ സന്തോഷത്തോടെ മദീനയിലേക്ക് മടങ്ങുമ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നത്. മകൾ റുഖയ്യ മരിച്ചുപോയി. ഉസ്മാൻ തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്ത റുഖയ്യ മരിച്ചുപോയി. ഉമ്മു കുൽസൂം മരിച്ചുപോയി. തന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് കാണാനിടയായത്. ഭാര്യ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, ഉപ്പ മരിച്ചുപോയി, പിതൃവ്യം മരിച്ചുപോയി, മക്കള് മരിച്ചുപോയി. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പൊന്നുമോനുണ്ടായി. മക്കാ മുശ്രിക്കീങ്ങളായ ശത്രുക്കളെല്ലാം പറയാൻ തുടങ്ങി. ശത്രുക്കൾ പറയാൻ തുടങ്ങി, ഈ ബാലം പറഞ്ഞ കുടുംബമാണല്ലോ, ഒരു ആണിന് അല്ലാഹു തന്നില്ലല്ലോ. അനന്തരാവകാശിയായ ഒരു പൊന്നുമോൻ അല്ലാഹു തന്നില്ലല്ലോ. അല്ലാഹു നിങ്ങളെ കൈവടിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഇബ്രാഹിം എന്ന് പറയുന്ന മകനെ നൽകുന്നത്, ഖാസിം എന്ന് പറയുന്ന മകനെ നൽകുന്നത്. പക്ഷേ ആ മകനും ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് വഴിപ്പെട്ടുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് വീഴുകയാണ്. പക്ഷേ നബി തങ്ങളെ അട്ടഹസിച്ചില്ല, നബി തങ്ങൾ വേവലാതിപ്പെട്ടില്ല, പരാതി പറഞ്ഞില്ല, ആപരാതി ഉണ്ടായില്ല. സ്വാഭാവികമായി മക്കൾ മരിച്ചു പോകുമ്പോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളി വരുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളി
നിങ്ങളും കരയുകയാണോ നബിയേ? മക്കൾ മരിച്ചതിന്റെ പേരിൽ നിങ്ങൾ കരയുകയാണോ എന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സഹാബാ, മനുഷ്യന്റെ മനസ്സിൽ കാരുണ്യമുണ്ടാകുമല്ലോ. ഒരാളുടെ മനസ്സിൽ കാരുണ്യമുണ്ടാകുമ്പോ ആ കാരുണ്യത്തിന്റെ ഭാഗമായി കണ്ണുനീര് വരുന്നത്. പക്ഷെ അട്ടഹസിച്ച് കരയാൻ പാടില്ല, ഒച്ച കരയാൻ പാടില്ല, നാട്ടുകാരോട് പരാതി പറയാൻ പാടില്ല. ഇങ്ങനെ പ്രയാസങ്ങളുടെ നൂലാമാലകൾ അനുഭവിച്ച ഒരാളോട് സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് യാതൊരു ഭയമില്ലാതെ കാരുണ്യമില്ലാതെ നിർദാക്ഷിണ്യം കണ്ണിൽ ചോരയില്ലാതെ ജനിച്ച നാട്ടിൽ നിന്ന് സമ്പത്തും നാടും വീടും കുടുംബവും എല്ലാം വിരിഞ്ഞിട്ട് മദീനയിലേക്ക് ഓടിച്ചിട്ടില്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുരുക്കി പറഞ്ഞാൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരന്മാരോട് സഹോദരിമാരോട് പറയാനോട് അല്ലാഹുവിന്റെ ഹബീബ് സഹിച്ചതുപോലെ, അല്ലാഹുവിന്റെ ഹബീബ് നേരിട്ടതുപോലെ, അല്ലാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ അനുഭവിച്ചതുപോലെ ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. യാ റസൂലല്ലാഹ്, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അയ്യുന്നാസി അശദ്ദു ബലാ, ലോകത്ത് ആരാണ് നബിയെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, അൽ-അംബിയാ, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വരുന്നത് മഹാന്മാരായ പ്രവാചകന്മാരാണ്. കാരണം പ്രവാചകന്മാരാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ പ്രയാസം നേരിട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വലാത്ത് ചൊല്ലണേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളാണ്. ആ നബി തങ്ങളോടായിരുന്നു അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ. അല്ലാഹുവിന് ഒരാളോട് സ്നേഹം കൂടുമ്പോഴാണ് പ്രയാസം നൽകുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫയബ്തല റജുല അലാ ഹസബി ദീനിഹി, ദീനിൽ എത്രത്തോളം സ്ട്രോങ് ഉണ്ടോ, എത്രത്തോളം ഈമാൻ ഉണ്ടോ, എത്രത്തോളം ഈമാനികമായ ദീനീ ചൈതന്യമുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഒരാൾ പരീക്ഷിക്കപ്പെടുന്നത്. ഒരാൾ നല്ല ഈമാനുള്ള ഒരാളാണെങ്കിൽ, നല്ല നിസ്കാരക്കാരനാണെങ്കിൽ, ഹിബ്ബാദ് ചെല്ലുന്ന ആളാണെങ്കിൽ, ദിക്ർ ചെല്ലുന്ന ആളാണെങ്കിൽ, അല്ലാഹുവിനെ പേടിയുള്ള ആളാണെങ്കിൽ അയാളുടെ പരീക്ഷണങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഒരാളുടെ ദീനിൽ തീരെ ശക്തിയില്ല, അല്ലാഹുവിനെ പേടിയില്ല, നിസ്കാരമില്ല, ദീനീബോധമില്ല, അച്ചടക്കമില്ലാത്ത, അല്ലാഹുവിനെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല. ഒരുപക്ഷേ ജീവിതത്തിന് സന്തോഷമായിരിക്കാം. മുഅ്മിനിന്റെ ജയിലറയാണ് ദുനിയാവെന്ന് പറയുന്നത്. സഹോദരന്മാരെ, മുഅ്മിനിന്റെ ജയിലറയാണ്. എങ്ങനെയാണ് ഒരു ജയിൽ പുള്ളി ജീവിക്കുന്നത്, അതുപോലെയാണ് മുഅ്മിനീങ്ങൾ ഇവിടെ ജീവിക്കുക. കാഫിറുകളായ സത്യനിഷേധികളായ ആളുകളുടെ സ്വർഗ്ഗമാണ് ദുനിയാവ്. എങ്ങനെയാണ് ഒരാൾ സ്വർഗ്ഗത്തിൽ ജീവിക്കുക? അവിടെ പെണ്ണിന്റെ പ്രശ്നമില്ല, കള്ളിന്റെ പ്രശ്നമില്ല, ഹറാമിന്റെ പ്രശ്നമില്ല, ഭക്ഷണത്തിന്റെ പ്രശ്നമില്ല, എന്ത് വേണമെങ്കിലും കാണാം. മനുഷ്യന്റെ മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് സ്വർഗീയ ലോകത്തുള്ളത്. നമ്മൾ കാണാത്ത അത്ഭുതങ്ങളുടെ നിഗൂഢതയാണ്. മിസ്റ്ററി അവിടെയുള്ളത് മുഴുവനും നിഗൂഢതകളാണ്, അത്ഭുതങ്ങളാണ്. എവിടെ? സ്വർഗത്തിൽ. അപ്പൊ അവിടെ എങ്ങനെ ജീവിക്കാൻ തോന്നിയതുപോലെ ജീവിക്കാൻ അവിടെ നിയന്ത്രണങ്ങളില്ല. അതുപോലെയാണ് ഇവിടെ സത്യനിഷേധികൾ ജീവിക്കുക. അവർക്ക് യാതൊരു നിയന്ത്രണം ഉണ്ടാവില്ല. അവർ ഹറാമ് കാണും, ഹറാമ് കേൾക്കും, ഹറാമ് സംസാരിക്കും, ഹറാമ് തിന്നും. യാതൊരു നിയന്ത്രണം അവർക്ക് ഉണ്ടാവില്ല. ആർക്ക്? സത്യനിഷേധികൾക്ക്. അവർക്ക് ദുനിയാവ് സ്വർഗ്ഗമാണ്. പക്ഷെ മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. അവര് ഒരു ജയിൽ പുള്ളിയെ പോലെ ജീവിക്കണം. ജയിലിന്റെ വാർഡൻ എന്താ പറയുന്നത്? അവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ അവിടെ ഇരിക്കണം. കൊണ്ടുതരുന്ന ചപ്പാത്തി ഉണ്ട അല്ല ഇതൊക്കെ കഴിക്കേണ്ടി വരിക. ഒരു മുഅ്മിനിന് ഇത് ജയിലറയാണ്. ഇവിടെ പ്രയാസങ്ങൾ അനുഭവിച്ചാലേ നാളെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാഹു നമ്മൾക്ക് പ്രയാസങ്ങൾ തരാൻ വേണ്ടിയത് കൊണ്ട് ദുആ ചെയ്യണ്ട. പ്രയാസങ്ങൾ തന്നാൽ ക്ഷമിക്കാനുള്ള ഒരു ശരീരം അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. പിടിച്ചു നിൽക്കാനുള്ള ശരീരം അല്ലാഹു തരട്ടെ. പിടിച്ചു നിൽക്കാനുള്ള ഈമാനിക ആവേശം അല്ലാഹു തരട്ടെ. കാരണം ലോകത്ത് 4 സമ്പാദ്യങ്ങളുണ്ട്. ഇതിനെ കവച്ചു വെക്കാൻ ഒരു സമ്പാദ്യത്തിനും കഴിയില്ല. 4 സമ്പാദ്യങ്ങളുണ്ട്. ഇതിനെ മറച്ചു വെക്കാനോ കവച്ചു വെക്കാനോ ഒരു സമ്പാദ്യത്തിനും കഴിയില്ല. നിങ്ങൾക്ക് ഉണ്ടോ നോക്കുക. ഈ സമ്പാദ്യം, ഈ മുതൽ നിങ്ങൾക്ക് ഉണ്ടോ നോക്കുക. ചൊല്ലുന്ന നാവാണോ നിങ്ങളുടെ നാവ്? അടുക്കളയിൽ പത്തിരി ചുടുമ്പോഴും പാചക
പാചകം ചെയ്യുമ്പോഴും വീടടിച്ചു പാടുമ്പോഴും നിങ്ങൾ ഹിന്ദി സിനിമ പാട്ട് പാടിയിട്ടല്ല അടിച്ചു പാടുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ പിഞ്ചോമന മക്കൾ നമ്മൾ താരാട്ട് പാടി കിടത്തുറക്കുകയാണ്. ഇപ്പൊ ചില പെൺകുട്ടികൾക്ക് ആൽബം സോങ്സും മലയാള മാപ്പിള പാട്ടുകളും സിനിമാ പാട്ടൊക്കെ പാടിയിട്ടാണ് താരാട്ട് പാടുന്നത്. ചില പെണ്ണുങ്ങൾ ഏതെങ്കിലും സിനിമാ ഗാനങ്ങൾ എടുത്ത് വെച്ച് ഇങ്ങനെ ആടിക്കൊടുക്കും. അതല്ല, എന്നാൽ നിങ്ങളേത് വലിയ ലിസാനുൻ ദാകിർ ദിക്ർ ചൊല്ലുന്ന നാവാണെങ്കിൽ നിങ്ങൾ പാടും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.